ആശംസകൾ. ഇനി നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ PTA യുടെ കയ്യിൽ നിന്ന് വരട്ടെ, മാതൃകയായിട്ട് മാറട്ടെ ഈ സ്കൂള്. പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, ഈ ഉദ്ഘാടനം എന്താ പറയുക, 2023-24 വർഷത്തെ PTA കമ്മിറ്റി ഭക്ഷണ ഹാളിലേക്കുള്ള ഫർണിച്ചറുകൾ, അതായത് ഭക്ഷണം ഇരുന്ന് കഴിക്കാനുള്ള ബെഞ്ച്, ഡെസ്കൊക്കെ മാർബിളേറ്റൊക്കെ ഉണ്ടാക്കിയ അതിൻ്റെ ഒരു ഉദ്ഘാടനം കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് പൊന്നമ്മ ടീച്ചർ നിർവഹിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് PTA അംഗങ്ങൾ, രക്ഷിതാക്കൾ, അതുപോലെ തന്നെ LSS വിജയിച്ച കുട്ടികൾക്കുള്ള മൊമെൻറ്റോ ആദരച്ചടങ്ങ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കൂളിൽ വെച്ച് നടന്നു. ഒരുപാട് ആളുകൾ സംബന്ധിച്ചു, HM അതുപോലെ തന്നെ PTA അംഗങ്ങൾ ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക്. നിലത്തിരുന്ന് കഴിക്കരുത് എന്നുള്ളൊരാശയം, അതായത് സ്കൂളിൽ വരുമ്പോൾ വൃത്തിയുള്ള യൂണിഫോമൊക്കെ ഇട്ട് വരുമ്പോൾ തറയിലിരുന്ന് കഴിക്കുമ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ വൃത്തികേടാകും, അത് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയും. ആ ആശയം കുഞ്ഞുങ്ങൾ വൃത്തിയായിട്ട് സ്കൂളിൽ ഇരിക്കണമെന്നുള്ള ആഗ്രഹം PTA-ക്കാർ ഏറ്റെടുക്കുകയും ഒരു ഡൈനിങ് ഹാളിലേക്ക് വേണ്ട ഫർണിച്ചറുകൾ PTA-ക്കാർ നിർമ്മിച്ചു നൽകുകയും ചെയ്തത് മറ്റുള്ള സ്കൂളിലും ഒരു മാതൃകാ പ്രവർത്തനം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഈ സ്കൂളിലാണ് ഇത്രയും നല്ല ഒരു ഡൈനിങ് ഹാള് എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്ന്. തീർച്ചയായിട്ടും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ രക്ഷിതാക്കളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. മറ്റൊന്ന്, നമ്മുടെ ഇവിടെ ടേബിളിൽ നിറച്ച് മൊമെൻറ്റംസ് ഇരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കുക എന്നുള്ളതാണ്. ശരിക്കും കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കുന്നതിനേക്കാളും ഞാൻ അഭിനന്ദിക്കുന്നത് ഇവിടുത്തെ അധ്യാപകരെയും ആ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളെയുമാണ്. അധ്യാപകർ ഇവിടുന്ന് പ്രാപ്തരാക്കി വീട്ടിലോട്ട് വിടുമ്പോൾ അവരെ ആവശ്യത്തിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് പഠനത്തിൻ്റെ ട്രാക്കിലേക്ക് എത്തിക്കുന്ന രക്ഷിതാക്കളും ആണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ. നമ്മളെ കുഞ്ഞുങ്ങളെ ആ നിലയിൽ എത്തിക്കാൻ പരിശ്രമിക്കുന്ന ഇവിടുത്തെ ഓരോ അധ്യാപകരെയും, എൻ്റെ കുഞ്ഞ് എപ്പോഴും പഠന മികവുള്ളവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സ്കൂളിൽ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങളിവിടെ പാലിക്കുന്നുണ്ട്. സ്കൂളിലോട്ട് കയറി വരുമ്പോൾ പ്ലാസ്റ്റിക് മുക്ത സ്കൂൾ തന്നെയാണ് കാണുന്നത്. അധികം ഒരിടത്ത് പോലും പ്ലാസ്റ്റിക് ഇല്ല, ഒരു മാലിന്യം പോലും ഇവിടെ വലിച്ചെറിഞ്ഞ് കിടക്കുന്നുമില്ല. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളിൽ എങ്ങനെയാണോ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളയുന്നത്, അതേപോലെ നിങ്ങളുടെ വീടുകളിലും കുഞ്ഞുങ്ങൾക്ക് ഒരു അടുക്കും ചിട്ടയുമുള്ള ഒരു അന്തരീക്ഷം എത്തിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ട രക്ഷിതാക്കളോടാണ്.